ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാവരും വെക്കേഷനൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വെക്കേഷനൊക്കെ കഴിയാറായതിൻ്റെ വിഷമമൊക്കെ നമുക്ക് ഉണ്ടാവും. അതിൻ്റെ ഇടയിലിടാൻ നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ആളുകളൂടെ ഈ മഴക്കാലത്ത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? മഴക്കാല രോഗങ്ങൾ അല്ലേ. ഒരുപാട് രോഗങ്ങൾ, നല്ല വെള്ളം കുടിക്കാത്തത് കൊണ്ടും നല്ല ആഹാരം കഴിക്കാത്തത് കൊണ്ടൊക്കെ ഒരുപാട് രോഗങ്ങൾ നമ്മളെ തേടി എത്താറുണ്ട്. എന്നാൽ ഇതിനകത്ത് ഭീകരനായിട്ടുള്ള ഒരാളാണ് നമ്മുടെ കൊതുക് അല്ലേ. കൊതുക് പരത്തുന്ന ഒരുപാട് രോഗങ്ങൾ നമുക്ക് അറിയാം. നമ്മളെ മന്ത്, മലേറിയ, ചിക്കുൻഗുനിയ, ഡെങ്കി ഫീവർ, ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ കൊതുക് നമ്മളെ കടിക്കാതിരിക്കാനായിട്ട് നമ്മൾ കൊതുക് വല ഉപയോഗിക്കാറുണ്ട്, മൊസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. വീടുകളിൽ പുകയിടുന്നത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈ ഡേ ഒബ്സർവൻസ് അല്ലെങ്കിൽ ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് നമ്മളെ കൊതുക് എന്ത് ചെയ്യുന്നത്? മുട്ടയിടുന്നത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ വെള്ളം എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. തുറന്നു കിടക്കുന്ന ചിരട്ടകൾ, നമ്മൾ വലിച്ചെറിയുന്ന എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തന്നെ വേണമെന്നില്ല അല്ലേ. മുട്ടത്തോടാണെങ്കിൽ പോലും എന്താണ്? വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ചെടിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ നമ്മൾ വെക്കുന്ന പാത്രമുണ്ട്, അതിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ടെറസിൽ വെള്ളം നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതകൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു കൊതുകിൻ്റെ മുട്ട വിരിയാനെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 8 ദിവസങ്ങളാണ്. 8 ദിവസം കൊണ്ടാണ് ഒരു മുട്ട എന്ത് ചെയ്യുന്നത്? കൊതുകിൻ്റെ മുട്ട എന്ത് ചെയ്യുന്നത്? വിരിഞ്ഞ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഴ്ചയിൽ ഒരു ദിവസം നമ്മളെ ചുറ്റുപാടുകളിലും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചിരട്ടയിൽ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചുറ്റുപാട് നോക്കിയിട്ട് ആ ചിരട്ടയിൽ വെള്ളം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? നമ്മൾ കമഴ്ത്തി വെക്കും അല്ലേ. ആ രീതിയിൽ നമ്മളിങ്ങനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ ഈ മുട്ടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വിരിയാനുള്ള ദിവസം കിട്ടുന്നില്ല. കാരണം 8 ദിവസം എടുക്കുമല്ലോ അത് വിരിയാനായിട്ട്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യാണ്? നമ്മളെ ചുറ്റുപാടൊക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുകയാണ്. ഇതിനെയാണ് നമ്മൾ ഡ്രൈ ഡേ ഒബ്സർവൻസ് അല്ലെങ്കിൽ ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറയുന്നത്. ഇതുവഴി ഒരു പരിധി വരെ നമുക്ക് കൊതുകിനെ തടയാൻ വേണ്ടി പറ്റും. അതായത് കൊതുക് മുട്ടയിട്ട് പെരുകുന്നത് നമുക്ക് തടയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ കൊതുക് പരത്താൻ സാധ്യതയുള്ള രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. നമ്മളെ വീടുകളിലെല്ലാം, ഒരു ഏരിയയിലുള്ള ആളുകളെല്ലാം ഇത് ഒരേ ദിവസം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.